ആത്മബന്ധു. ജീവിതം മനോഹരമായൊരു വസന്തകാലത്തെ സൂക്ഷിച്ചുകൊണ്ട് ഇതാ വിളിക്കുകയാണ്. നമുക്ക് നമ്മളാകുന്ന മഹത്തരമായ അവസരത്തെ ആ വസന്തകാലത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. കിളികൾ ചിലയ്ക്കുന്ന പ്രഭാതത്തിൻ്റെ ചില്ലകൾക്കപ്പുറത്ത് എൻ്റെ ജീവൻ തളരിട്ടു നിൽക്കുന്ന ആ കേദാരമുണ്ടെന്നറിയുക. ഒരു കാലത്തും വാർദ്ധക്യത്തെ തൊട്ടറിയാത്ത എൻ്റെ കൗമാര മനസ്സ് നിരന്തരം ഈ ദിവസങ്ങൾക്കുമേൽ ചിറക് വിരിച്ചു പറക്കുന്നുണ്ട്. ഈ ദിവസം അനുഭവങ്ങളുടെ, ആനന്ദത്തിൻ്റെ, അനുഗ്രഹങ്ങളുടെ മനോഹര ഭൂമികയായി മാറുന്നതിനായി ഞാൻ എന്നെ തയ്യാറാക്കുകയാണ്. എനിക്ക് എന്നെ വിശ്വാസമാണ് എന്നതുപോലെ ഈ പ്രപഞ്ചത്തെയും വിശ്വാസമാണ്. ഞാനെന്ന വ്യക്തിക്ക്, ഞാനെന്ന ആത്മാവിന് ഉണരുവാൻ വേണ്ടതെല്ലാം ഈ പ്രകൃതി സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് വിശ്വാസമുണ്ട്. സംശയമേതുമില്ലാതെ ആ പുഴ ഒഴുകുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുകയാണ്. ഓരോ തീരങ്ങളും മാറി മാറി വന്നാലും പുഴയ്ക്ക് അതിൻ്റെ സ്വഭാവത്തെ മാറ്റുക സാധ്യമല്ലല്ലോ. കാറ്റും മഴയും വെയിലും മഞ്ഞും ഒരുപോലെ സ്വീകരിക്കാൻ ഞാനാകുന്ന പുഴയ്ക്ക് സാധിക്കട്ടെ. എന്നിലെ വിശ്വാസത്തിൻ്റെ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ. പ്രഭാതം, ഈ ദിവസം ഇതിലേക്ക് വിസ്മയത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് ആ കുട്ടിയുടെ ചിന്തകളെ അറിയാം. കണ്ണുകൾ വിടർത്തി ഈ ലോകത്തെ വിസ്മയത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ ഒന്ന് നോക്കൂ. ഹൃദയത്തിൽ നിഷ്കളങ്കത. ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ ആ കൈകൾ വിടർത്തി നിൽക്കുകയാണ്. നിറയെ വർണ്ണങ്ങളുള്ള വലിയൊരു ചിത്രശലഭം ഒന്ന് പറന്നപ്പോൾ മനോഹരമായ പൂക്കൾ പോലെ ആ കണ്ണുകൾ വിടരുന്നത് കാണുന്നില്ലേ? ആഹാ! ആകാംക്ഷ, വിസ്മയം, നിഷ്കളങ്കത, ആനന്ദം. ആ കുട്ടിയെ വീണ്ടും വീണ്ടും കാണൂ. എൻ്റെ ഉള്ളിലെ ആ കുട്ടി. ആ കുട്ടിക്ക് സംശയങ്ങളുണ്ടായിരുന്നില്ല. പകരം സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സാണ് ഉണ്ടായിരുന്നത്. ഓരോ ചോദ്യങ്ങളിലും നിറഞ്ഞു നിന്നത് സംശയമല്ല, വിസ്മയമായിരുന്നു. വിസ്മയങ്ങളിൽ നിന്ന് വിസ്മയത്തിലേക്ക്, ആ അത്ഭുത ലോകത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരുന്ന കുട്ടി. കുട്ടികൾക്ക് മാത്രമാണ് വലിയ വിശ്വാസങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്. അതിനാൽ ഉള്ളിലെ ആ കുട്ടിയെ എന്നും ഉണർത്തി നിർത്തുക. മനസ്സിനെ വയസ്സാകുന്നതിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. നോക്കൂ, ഓരോ ദിവസവും മരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. 40 വയസ്സിലോ 45 വയസ്സിലോ 50 വയസ്സിലോ വൃദ്ധരാവുകയല്ല നമ്മൾ. വൃദ്ധരാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വയസ്സാവുക അല്ലെങ്കിൽ മരിക്കാനുള്ള കാലത്തിലേക്ക് എത്തുക എന്നാണോ? അല്ല. വാർദ്ധക്യം എന്നത് അർത്ഥമാക്കുന്നത് നമ്മൾ കൂടുതൽ ജീവിച്ചു എന്നാണ്. കൂടുതൽ വർഷങ്ങളുടെ അനുഭവ ഗുണങ്ങൾ നമ്മിലുണ്ടായി എന്നാണ്. വയസ്സാവുക എന്നാൽ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുകയാണ് എന്ന ചിന്ത ഭയപ്പെടുത്തുന്നുണ്ടോ? എന്നാൽ മരണത്തിലേക്കുള്ള നമ്മുടെ യാത്ര യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പ്രായമായപ്പോഴാണോ? അല്ല. ഞാൻ ജനിച്ചു വീണ നിമിഷം മുതൽ ഞാൻ സഞ്ചരിക്കുന്നത് മരണത്തിലേക്കല്ലേ? ഓരോ ദിവസവും മരണത്തിലേക്കല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞുപോയ ദിവസങ്ങൾ യഥാർത്ഥത്തിൽ മരിച്ചു പോവുകയല്ലേ? അങ്ങനെയെങ്കിൽ ഈ മരണത്തെ ഭയന്നുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? വയസ്സായി എന്ന് നിരാശപ്പെട്ടതുകൊണ്ട്? ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുകയാണ് വേണ്ടത്. ജീവിതമെന്ന മഹത്തരമായ അവസ്ഥയെ ഒരു കുട്ടിയെപ്പോലെ നോക്കിക്കാണുകയാണ് വേണ്ടത്. പ്രായമെന്നത് വെറുമൊരു സംഖ്യയാണ്. മനസ്സെപ്പോഴും
ആ കുട്ടിയായിട്ടല്ലേ നിൽക്കുന്നത്? നോക്കൂ, ആ കുട്ടിയെ ഇടയ്ക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ? ഇന്നും വിസ്മയത്തോടുകൂടി, കൗതുകത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി നിൽക്കുന്ന കുട്ടിയെ? ഈ കുട്ടിയല്ലേ മഴവില്ല് കണ്ട് തുള്ളിച്ചാടിയത്? ഈ കുട്ടിയല്ലേ വലിയ മലകളെ കണ്ട് വിസ്മയിച്ചത്? ഓർക്കുക, ആ കുട്ടി ഒരിക്കലും വലുതാകുന്നില്ല, വയസ്സാകുന്നില്ല. അതങ്ങനെ തന്നെ തുടരുകയാണ്. ഒരിക്കലൊരു ദേശത്ത് ഒരു യാഗം നടത്തി. എന്തിനാണെന്നോ? മഴ പെയ്യുവാൻ വേണ്ടി. മഴ പെയ്യുക എന്നത് അത്ര ആവശ്യമായിരുന്നു അവിടെ. വല്ലാത്ത വരൾച്ച. പുഴയിലോ കുളത്തിലോ കിണറിലോ ഒരു തുള്ളി വെള്ളമില്ല. മരങ്ങളാകെ ഉണങ്ങി വരണ്ടു. തളിരിടാതെ വിത്തുകളെല്ലാം ഉണങ്ങി നിലകൊണ്ടു. വെള്ളമില്ലാത്ത അവസ്ഥ. സകല നാവുകളും ദാഹിച്ചു വരണ്ടു. മനസ്സും അതുപോലെ വരണ്ടു തുടങ്ങി. ഒരു യാഗം നടത്തുകയല്ലാതെ മഴ പെയ്യിക്കുവാൻ മറ്റൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ ഗ്രാമവാസികൾ ഒരുമിച്ച് യാഗം നടത്താൻ തീരുമാനിച്ചു. വിശേഷമായ യാഗം നടത്തുമ്പോൾ, യാഗം പൂർത്തീകരിക്കപ്പെടുമ്പോൾ മഴ പെയ്യും എന്ന് ആചാര്യന്മാർ പറഞ്ഞു. ആ ആചാര്യന്മാർ പറഞ്ഞത് വിശ്വസിച്ച് പ്രമാണിയും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്ന് യാഗം നടത്താൻ തീരുമാനിക്കുകയും യാഗത്തിനായുള്ള പ്രദേശം തിരഞ്ഞെടുക്കുകയും ആചാരപൂർവ്വം യാഗം സമാരംഭിക്കുകയും ചെയ്തു. യാഗത്തിനായി പലരും വന്നു. പക്ഷേ ഒരു ചെറിയ കുട്ടി മാത്രം, വളരെ ചെറിയൊരു കുട്ടി മാത്രം കയ്യിലൊരു കുടയുമേന്തിയാണ് വന്നത്. ഈ വേനൽക്കൽ നീ എന്തിനാണ് കുഞ്ഞെ ഈ കുടയേന്തിയിരിക്കുന്നത് എന്ന് മുതിർന്നവർ ചോദിച്ചപ്പോൾ കുഞ്ഞു പറഞ്ഞു, മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ എനിക്ക് ചൂടുവാനാണെന്ന്. ആ കുഞ്ഞിൻ്റെ മനസ്സിൽ മാത്രമാണ് യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്നത്, യാഗം പൂർത്തിയാകുമ്പോൾ മഴ പെയ്യുമെന്ന്. മറ്റുള്ളവരെല്ലാം മഴ പെയ്യുവാനുള്ള ആചാരങ്ങളിൽ ഏർപ്പെട്ടു, മഴ പെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഈ കുഞ്ഞു മാത്രം മഴ പെയ്യുമെന്ന് ഉറപ്പിച്ചു. അത് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത, ആ കുഞ്ഞിൻ്റെ വിസ്മയം, അതിനാൽ മാത്രം സാധ്യമായതാണ്. നമ്മുടെ ഉള്ളിലെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിന് ഇന്നും ഇതുപോലെയൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടമാണ്. ഒന്ന് അനുവദിച്ചു കൊടുത്തു നോക്കൂ. മഴ തീർച്ചയായും പെയ്യും. എല്ലാ വരൾച്ചയും മാറും. ആത്മബന്ധു, ഈ ദിവസം നിങ്ങളിലെ ആ കുട്ടിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ.